നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലേക്ക് നാടുകടത്തൽ നേരിടുന്ന കുടുംബത്തെ സംരക്ഷിക്കാനൊരുങ്ങി സുപ്രീം കോടതി. വിസ കാലാവധി കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ തങ്ങിയതായി ആരോപിക്കപ്പെടുന്ന ഒരു കുടുംബത്തിലെ 6 പേരെ പാകിസ്ഥാനിലേക്ക് നാട് കടത്തരുതെന്ന് നിർദ്ദേശം നൽകി സുപ്രീം കോടതി. ഇവരുടെ പാസ്പോർട്ട്, ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് വേണം തീരുമാനമെടുക്കാനെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, എൻ കോടീശ്വരൻ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. അന്തിമ തീരുമാനത്തിൽ അതൃപ്തിയുണ്ടെങ്കിലും ഇവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ബെഞ്ച് വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് നാടുകടത്തൽ നേരിടുകയാണ് ഈ കാശ്മീരിൽ താമസിക്കുന്ന കുടുംബം. മാനുഷിക പരിഗണനയിലുള്ള വിഷയമാണിതെന്ന് കോടതിയുടെ നിരീക്ഷണം. സാധുവായ പാസ്പോർട്ടുകളും ആധാർ കാർഡുകളും കുടുംബത്തിനുണ്ടെന്ന് ഇവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. എല്ലാ രേഖകളും പരിശോധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നും ബെഞ്ച് അധികാരികളോട് നിർദ്ദേശിച്ചു. 1987 ഈ കുടുംബം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെത്തിയത്. രേഖകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുന്നതുവരെ അവർക്കെതിരെ നടപടിയെടുക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. സാധുവായ ഇന്ത്യൻ രേഖകൾ ഉണ്ടായിട്ടും തങ്ങളെ കസ്റ്റഡിയിലെടുത്ത് പാകിസ്ഥാനിലേക്ക് നാടുകടത്താൻ വാഗ അതിർത്തിയിലേക്ക് കൊണ്ടുപോയെന്നാരോപിച്ച് കുടുംബം നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി.